ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടം നിറഞ്ഞതും പക്ഷേ എന്നാൽ കുഴപ്പമില്ലാത്തതൊരു വീഡിയോ ആണ്. ബിക്കോസ് ടുഡേ ലാസ്റ്റ് ഡേ ഇൻ ദുബായ് ആണ്. അങ്ങനെ ഒരു വർഷത്തെ കോഴ്സിന് ശേഷം, ഒരു വർഷത്തിൻ്റെ പകുതിയൊന്നും നാട്ടിലായിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ ഒരു വർഷം ഞങ്ങൾ ഈ റൂമിലായിരുന്നു. സോ ഇത് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ് ആണ്. സോ ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ ഞാനിപ്പോൾ രാവിലെ തൊട്ട് വ്ളോഗ് ചെയ്യാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെയൊക്കെ പാക്ക് ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് ഉച്ചയ്ക്കാണ് എണീറ്റത്. സോ ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 4:30 ആയി. ഞാൻ ഒരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ഗൈസ്. സോ അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറച്ച് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ വെൽക്കം ഗൈസ്, വെൽക്കം ടു ടുഡേസ് ഡേ ഇൻ മൈ ലൈഫ്. സോ ഗൈസ്, നമ്മളിപ്പോൾ റീൽ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഫ്ലാറ്റ്. ഞങ്ങളിവിടെ നിയർ ബൈ തന്നെ ഒരു പാർക്ക് ഉണ്ട്. സോ അവിടെ പോയിട്ട് റീൽ എടുക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത ഇനി ഖരാമയിലോട്ട് പോകാൻ. അതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്സ്. ഒരു വീഡിയോ എടുത്തു, അപ്പം തന്നെ ക്ഷീണിച്ചു. അതിന് ലൈറ്റ് പോയി തുടങ്ങി. ഒന്നുകൂടെ എടുക്കണമെന്നുണ്ട്, നടക്കുമോ എന്ന് അറിഞ്ഞൂടാ. ഒരു റീൽ എടുക്കാൻ പറ്റുള്ളൂ, ലൈറ്റ് പോയി. സോ ഒന്നും പറ്റിയില്ല. അപ്പം ഒരു കട്ടൻ ചായ കുടിക്കാൻ കയറിയത് പ്ലസ് ഒരു വാട്ടർ. ഈ ചൂടും തണുപ്പും കുടിക്കാന്നുള്ള പ്രാന്ത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. എനിക്ക് കളിച്ച് ക്ഷീണിച്ചതിൻ്റെ ദാഹമാറ്റം തണുപ്പും വേണം, അറ്റ് ദ സെയിം ടൈം ഒരു കട്ടൻ ചായ കുടിക്കട്ടെ ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഖരാമയിലോട്ട് പോകാൻ പോവാണ്. എക്സ്പ്ലോറേഷൻ, ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ്. ഫുഡും അതുമൊക്കെ ആയിട്ട് കഴിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, മെട്രോയിലുള്ള. അത് ഡയറക്റ്റ് ഖരാമ ബസ്സുണ്ട്. വി ആർ ടേക്കിംഗ് ദാറ്റ് ബസ്. ഖരാമ എത്തി. ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ്. ബസ്സിൽ വന്നുകൊണ്ട് കുറച്ച് ട്രാഫിക് ഉള്ളതുകൊണ്ട് ഡിലേ ആയി. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് സീ മെട്രോ മിസ്സാവില്ല എന്നുള്ളത്. നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ വന്നിട്ട് എപ്പോഴും നോർമൽ ഫുഡ്സൊക്കെ കഴിക്കാറ്. ഇപ്പോൾ ബിരിയാണി, ചപ്പാത്തി, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സംഭവം തന്നെ. പക്ഷേ എന്നാൽ ഇവിടെ വന്നിട്ട് തന്നെ വെറൈറ്റി ആയിട്ടൊന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ദുബായിയുടെ തന്നെ ഒത്തൻറ്റിക് സാധനങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വിളിച്ചു, എനിക്ക് സ്റ്റീക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റീക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റീക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. സ്പീക്കർ ഉണ്ടാക്കി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കൊള്ളാൻ കഴിച്ചു. ഇവരെന്നെ തിന്നാൻ സമ്മതിക്കുന്നതാ. യൂനോ വൈ, എനിക്ക് ഓൾവേസ് കൈ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ കളിയാക്കുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. യു ഹാവ് സം റൈസ് ഓൾസോ. എവിടെ ചെന്നാലും തിന്നുന്ന സാധനമാണ് ബ്രൗണി. പക്ഷേ ഇവിടെ നമ്മുടെ ഫണ്ടിൻ്റെ പ്രശ്നം കാരണം നമ്മൾ അങ്ങനെയൊന്നും തിന്നിട്ടില്ല. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ബ്രൗണി മേടിച്ചിരിക്കുകയാണ്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സോ ലെറ്റ്സ് ഈറ്റ്. Soft, melting, good. ഈ
സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഫ്താർ ടൈമിൽ ഇവിടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഫലൂഡയാണ്. സോ ഇതും കൂടെ കഴിച്ചേക്കാമെന്ന് വെച്ച് ഇതും മേടിച്ചിട്ടുണ്ട്. മാക്സിമം കുത്തിക്കയറ്റാൻ പറ്റുന്ന എല്ലാം തിന്നാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ. നോക്കാം. സോ ഗൈസ്, ഇവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാലട പായസം കൂടെ കുടിക്കാനായിട്ട് നമ്മൾ സൂപ്പർ ഫ്രഷിൽ വന്നിരിക്കുകയാണ്. ഇത് ബെസ്റ്റാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. സോ ഇത് കുടിക്കാണ്ട് പോയിട്ടാണ് മിസ്സാവും. സോ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ട്. ആക്രമണം കഴിച്ചു. ഇവിടെ കുറച്ച് ട്രോള് കൊല്ലുകയറ്റില്ല. സെൻസേഷൻ പോയെന്ന്. ആസ് യൂഷ്വൽ സൂപ്പർ. ഇത് കുടിച്ചിന് കറി ഇവിടെ വീഴാതിരുന്നാൽ മതി. ഗുഡ് ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ എനിക്കെന്നെ കുറുമുണ്ട് ഗൈസ്. ചെറുതായിട്ട് എനിക്കൊന്ന് കറങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. ഇവരൊക്കെ അപ്പോഴേ എന്നോട് പറഞ്ഞത് ആ പായസം കുത്തിക്കയറ്റുണ്ടാകും. പക്ഷേ എനിക്ക് എന്തോ ഒരു റിലേ കട്ടാവുന്നു ഇവിടേക്ക്. ഗൈസ്, ഓൾമോസ്റ്റ് എല്ലാ കലാപരിപാടികളും കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഒരു ക്ലോ മെഷീൻ ഇവിടെ ഉണ്ട്. അത് സ്ഥിരം ഞങ്ങൾ ക്ലോ മെഷീനിൽ വന്ന് എടുക്കാറുള്ളതാണ്. ആ ക്ലോ മെഷീനും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. കാരണം ഇനി ചെന്നിട്ട് വേണം ബാക്കി പാക്കിങ്ങും ഒതുക്കാനൊക്കെ ഉള്ളത്. സോ യാ, എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അവസാനത്തെ ദിവസമായിരുന്നു ട്രെയിൻ. ഞങ്ങളുടെ സ്വന്തം തലാൽ സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ സ്ഥിരം സാധനം മേടിക്കുന്ന കടയാണിത്. വി ആർ ഗോയിങ് ടു മിസ് ദാറ്റ് ഓൾസോ. സോ ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് റൂമിലെത്തി. ടൂ മച്ച് ഡെഡാണ്. പക്ഷെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇനി ഞങ്ങൾക്ക് നല്ല രീതിക്ക് പണിയുണ്ട്. റൂം ഇതാക്കണം, കിച്ചൺ ക്ലിയർ ചെയ്യണം. സത്യം പറഞ്ഞാൽ വയ്യ. പായസത്തിൻ്റെ കിറുക്കം ഇങ്ങനെ വിട്ടിട്ടില്ല. സോ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് പാക്കിംഗ് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഈ നാളെ ഞാൻ അബുദാബിക്ക് പോകുന്നതായിരിക്കും. ഞാൻ 7 days അവിടെ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലൈറ്റ് നാളെ ആയതുകൊണ്ട് നാളെ അവൾ പോവും. പിന്നെ ഞാൻ അബുദാബിയിലായിരിക്കും. ഞാൻ 8th തിരിച്ച് നാട്ടിലോട്ട്.
സോ നാളെ ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ അൺടിൽ ദെൻ ബൈ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.